ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോയാണ്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് നാരങ്ങ വെച്ചിട്ട് നല്ലൊരു സ്ക്വാഷ് തയ്യാറാക്കിയാലോ? ഞാനിവിടെ ഒരുപാട് നാരങ്ങയൊന്നും എടുത്തിട്ടില്ല. നന്നായിട്ട് പഴുത്ത ഒരു 20 നാരങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ നല്ല വലിപ്പമുള്ള നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ട് നീരുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും നല്ല നീരുള്ള നാരങ്ങ നോക്കി എടുക്കണം. ഇനിയിപ്പോൾ ഈ നാരങ്ങയുടെ നീരൊക്കെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഉണ്ടാക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അനുസരിച്ച് വേണം ഇതിലേക്ക് മറ്റ് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 20 നാരങ്ങ വെച്ചിട്ട് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അതിനായിട്ട് നമുക്കിനി കുറച്ച് ഇഞ്ചിയും കൂടി വേണം. ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും വേണ്ട, ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നാരങ്ങ അതാണ്ട് നീരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ വെള്ളമയം ഒന്നുമില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മൾ ഏതൊരു സ്ക്വാഷ് തയ്യാറാക്കുമ്പോഴും മധുരം ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കപ്പിന് 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് എടുക്കുന്നത്. ഞാനിവിടെ ഈ ഒരു സ്ക്വാഷ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നന്നായിട്ട് അരച്ച ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചി ചതച്ച് ചേർക്കണ്ട, നന്നായിട്ട് അരച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റൗ ഒന്ന് കത്തിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി തന്നെ കൊടുത്തോളൂ, കുറച്ചിടേണ്ട കാര്യമില്ല. നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഈ പഞ്ചസാരയും ആ ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ആ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാകും. നന്നായിട്ട് തീ കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലതുപോലെ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഞാൻ ഇതിന് മുമ്പായിട്ട് ഒരു ക്യാരറ്റ് സ്ക്വാഷ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ പഞ്ചസാരയ്ക്ക് പകരം മറ്റെന്തെങ്കിലും ചേർത്ത് കൊടുക്കാവോ മധുരത്തിനായിട്ടെന്ന്. അപ്പോൾ ഷുഗറുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൽക്കണ്ടം ചേർത്ത് കൊടുക്കാമെന്ന്. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്ത് തയ്യാറാക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഒരു നൂൽപ്പരുവം ഒന്നും ആകണ്ട കേട്ടോ, അത്രയും നമുക്ക് പോകണ്ട. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന ആ സമയം വരെ നല്ലതുപോലെ ഇളക്കി തിളപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സൈഡിലൊക്കെ ആ ഇഞ്ചിയിലും അതുപോലെ തന്നെ പഞ്ചസാരയിലും ഒക്കെയുള്ള അഴുക്കാണ്. ഇത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ സൈഡിലേക്ക് ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അതായത് ഇതുപോലെ നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിയും. ഒരു 2 മിനിറ്റും കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും കറക്റ്റ് പരുവത്തിനായിട്ടുണ്ടാവും. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് മാത്രമേ ഞാൻ വീണ്ടും തിളപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് കുറുകി പോയിട്ടില്ല കേട്ടോ, ചെറിയതായിട്ടൊന്ന് കുറുകി വന്നാൽ മതി. ഒരു നൂൽപ്പരുവം ഒന്നും ആകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ആ സൈഡിലൊക്കെ ചെറുതായിട്ട് അഴുക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് സ്പൂൺ ഉപയോഗിച്ച് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് തണുപ്പിക്കാനായിട്ട് വെക്കണം. അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തണുത്തിട്ടുണ്ട്. തീരെ വെള്ളം പോലെയല്ല, ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുമുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് എടുക്കാനായിട്ട്. തണുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത ആ നാരങ്ങാനീര് ആ പഞ്ചസാര ലായനിയുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ആ ഇഞ്ചി അരച്ച് ചേർത്തതിനകത്ത് അല്പം തരിയൊക്കെ കാണുമല്ലോ ഇഞ്ചിയുടെ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അരിപ്പ് ഉപയോഗിച്ചൊന്ന് അരിച്ചെടുക്കുകയാണ്. ഞാനിവിടെ നാരങ്ങ പിഴിഞ്ഞപ്പോൾ നന്നായിട്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ടാണ് ചേർത്തത്. അതുകൊണ്ട് ഇതിനകത്ത് നാരങ്ങയുടെ കുരുവൊന്നുമില്ല. നമ്മുടെ ആ ഇഞ്ചിയുടെ ആ ഒരു കുറച്ച് വേസ്റ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ നാരങ്ങ സ്ക്വാഷ്, ഇഞ്ചി നാരങ്ങ സ്ക്വാഷ് നമുക്ക് ഒരു കുപ്പിയിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയ കുപ്പിയാണ്. വെള്ളമയം ഒട്ടും ഇല്ലാത്ത കുപ്പിയിൽ വേണം നമ്മൾ ഇതുപോലെയുള്ളതൊക്കെ തയ്യാറാക്കി ഒഴിച്ച് വെക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുകയാണ്.
ഞാനിപ്പോൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന സ്ക്വാഷിൽ മറ്റ് പ്രിസർവേറ്റീവ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ വളരെ കുറച്ച് മാത്രം, അതായത് 20 നാരങ്ങയ്ക്കുള്ള സ്ക്വാഷാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ തയ്യാറാക്കുകയാണെങ്കിൽ, അതായത് ഒരു 100 നാരങ്ങയൊക്കെ എടുത്ത് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പ്രിസർവേറ്റീവ് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ട, പുറത്ത് തന്നെ വെച്ച് അടച്ച് നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് വെച്ച് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഇതിലേക്ക് പ്രിസർവേറ്റീവ് ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. നമുക്കിതാ ഈ ഒരു കുപ്പി സ്ക്വാഷാണ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. അപ്പം ഇനിയിപ്പം കുറച്ച് മാത്രം ബാക്കി ഉണ്ടായിരുന്നു, ആ കുപ്പിയിൽ ഒഴിച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു മഗ്ഗിൽ. ഇനിയിപ്പോൾ നമ്മൾ അതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൂടെ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തു. 2 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നല്ല ലെമൺ ജിഞ്ചർ സ്ക്വാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 2 ആഴ്ച നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ, ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്ക്വാഷാണ്. നമ്മൾ ഇതിലേക്ക് മറ്റു മായങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഈ ഒരു സ്ക്വാഷിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒട്ടും താമസിയാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.